പി ജയരാജൻ, 1.5 മിനിറ്റ് സമയം മാത്രമേ അങ്ങേക്ക് ബാക്കിയുള്ളൂ, മറുപടി പറയാം. തീർച്ചയായിട്ടും ഒന്ന്, അയഥാർത്ഥമായിട്ടുള്ള പ്രതീതി നിർമ്മാണത്തിന് RSSന് നല്ല മെയ്വഴക്കമുണ്ട്. മാത്രമല്ല അതിനുള്ള സംവിധാനവുമുണ്ട്. കോർപ്പറേറ്റുകൾ നല്ലോണം പണം കൊടുക്കുന്നുണ്ട്. മീഡിയ ഒക്കെ തന്നെ കൈവശപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് നാരീശക്തി എന്ന് പറയുന്നത്. തൃശ്ശൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കാരണം 25 വർഷമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ കേരളത്തിലുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ അവകാശവാദം നാരീശക്തി. അത് സംബന്ധിച്ച് ഡോക്ടർ അരുൺ ചോദിച്ചല്ലോ. ഈ ഗുജറാത്ത് സംസ്ഥാനത്ത് അവിടെ ബിൽക്കീസ് ബാനു എന്ന ഗർഭിണിയെ 3.5 വയസ്സുള്ള കുട്ടിയെ സ്വന്തം കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നതും കൂടെയുള്ള 7 പേരെ കൊലപ്പെടുത്തുന്നതും കണ്ടിട്ട് ആ ബിൽക്കീസ് ബാനുവിൻ്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ വിട്ടയച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നാരീശക്തിയെപ്പറ്റി പറയുന്നത്. ഇന്ത്യ രാജ്യത്തുടനീളം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ശക്തിപ്പെട്ട ഭരണം മോദിയുടെ ഭരണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മോദി ഭരണത്തെ തോൽപ്പിക്കാൻ 37% മാത്രം വോട്ട് ഉള്ള BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPക്കെതിരായിട്ടുള്ള ശക്തികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ BJPയുടെ ഈ 50% മേലെയുള്ള പിന്തുണയുടെ അവകാശവാദമെല്ലാം തന്നെ പൊളിഞ്ഞു പോകും. ഇവിടെ BJPക്കെതിരായിട്ടുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. അങ്ങനെ വന്നാൽ രാജ്യത്തിലെ റിപ്പബ്ലിക്കൻ ഭരണഘടന അതിന്റെ മൂല്യങ്ങളൊക്കെ നിതീഷ് കുമാർ BJPയുടെ കൈപിടിച്ച് 9ാമത്തെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ശ്രീ പി ജയരാജൻ, അതെ, വരട്ടെ. സ്വാഭാവികമായിട്ടും ഇവിടെ നിതീഷ് കുമാർ എന്തെങ്കിലും ചാഞ്ചാട്ടം കാണിക്കുമോ എന്നൊന്നും ഇപ്പം വ്യക്തമാക്കല്ലോ. പക്ഷേ രാജ്യത്തിലെ അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഇൻ്റലിജൻസുകാർ റിപ്പോർട്ട് കൊടുത്തത് ഇപ്പം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് തോറ്റല്ലോ. അപ്പോൾ അതുകൊണ്ട് 2024 നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37% അപ്പുറത്ത് ജനങ്ങളുടെ പിന്തുണയുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് BJP അത്ര വേഗം ഒതുക്കമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നാണ്.